ഓക്കെ. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ? ഇഫ് ഐ വർ ലിവിങ് അറ്റ് ദ ടൈം ഓഫ് ജീസസ് ഇൻ Palestine, I would have been washing his feet not with my tears but with the blood of my heart. ഞാൻ യേശുവിൻ്റെ കാലഘട്ടത്തിൽ പലസ്തീനിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഞാൻ അവൻ്റെ പാദങ്ങളെ കഴുകുന്നത് എൻ്റെ കണ്ണുനീര് കൊണ്ടായിരിക്കുമായിരുന്നില്ല, പ്രത്യുത എൻ്റെ ഹൃദയരക്തം കൊണ്ടായിരിക്കുമായിരുന്നു. അത്രയ്ക്കും ബഹുമാനം സ്വാമി വിവേകാനന്ദന് യേശുവിനോടുണ്ടായിരുന്നു. തീർച്ചയായും യേശു ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്. സ്വാമി വിവേകാനന്ദനും ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണ്. ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സ്വാമി വിവേകാനന്ദൻ്റെ ടീച്ചിങ്സ് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട് എന്ന് തന്നെയല്ല, അദ്ദേഹം ഇന്ത്യൻ സംസ്കാരത്തിന് കൊടുത്തിരിക്കുന്ന ആ മൂല്യങ്ങൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്ന ആളുകൾക്ക് അറിയാമോ എന്ന് പോലും എനിക്കറിയില്ല. സ്വാമി വിവേകാനന്ദൻ തൻ്റെ ഷിക്കാഗോ സ്പീച്ചിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എക്സ്ക്ലൂഷൻ എന്ന വാക്ക് സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ കഴിയില്ല. കാര്യം ഞങ്ങൾ ആരെയും ഒഴിവാക്കുന്നില്ല, എല്ലാവരെയും എല്ലാത്തിനെയും സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവരാണ്, എല്ലാം ഉൾക്കൊള്ളുവാൻ മനസ്സുള്ളവരാണ് ഭാരതീയർ എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണ്. പക്ഷേ ഇന്ന് എല്ലാവരെയും സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും ഉള്ള ആ മനസ്കതയോ വിശാലതയോ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബഹുമാനിതരായ ആളുകളാണ് അവരൊക്കെ. മഹാത്മാഗാന്ധി യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തയാളാണ്. വിനോബ ഭാവെ അദ്ദേഹം യേശുവിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഈവൻ ഒരു പുസ്തകം പോലും എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവർ ബഹുമാനിതരാണെങ്കിലും ബഹുമാനിതരെല്ലാം ആരാധ്യരല്ല എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനിക്കപ്പെടേണ്ട ധാരാളം ആളുകളുണ്ട്, അവരെ നമ്മൾ ബഹുമാനിക്കണം. അത് ക്രിസ്ത്യാനികളും ബഹുമാനിക്കണം. നമുക്കുമുണ്ട് പ്രശ്നം, നമ്മളും പലപ്പോഴും ഇവരെയൊക്കെ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല. ബഹുമാനിതരായ ആളുകളുണ്ട്, പക്ഷേ ആരാധിക്കേണ്ട ഒരു ദൈവമുണ്ട്. ഇത് രണ്ടും രണ്ടാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഐ റെസ്പെക്ട് പീപ്പിൾ ഓഫ് ഹിന്ദു റിലീജിയൻ, ഇസ്ലാമിക് റിലീജിയൻ. എനിക്ക് ബഹുമാനമുള്ള അനേക ഇസ്ലാമിക് ടീച്ചേഴ്സുണ്ട്, നല്ല ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതും ആരാധനയും തമ്മിൽ നമുക്ക് കൂട്ടിക്കുഴയ്ക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. യേശുവിൻ്റെ പ്രത്യേകത എന്താണ്? യേശു ബഹുമാനിതനുമാണ്, അവൻ ആരാധ്യനുമാണ്. ആരാധ്യരായ ആളുകൾ തീർച്ചയായും ബഹുമാനിതരായിരിക്കും. നമുക്ക് ബഹുമാനിക്കാൻ കഴിയാത്ത ഒരാളെ നമുക്ക് ആരാധിക്കാൻ കഴിയില്ലല്ലോ. പറ്റുമോ? ഇല്ല. നമുക്ക് ബഹുമാനിക്കാൻ കഴിയാത്ത ഒരാളെ നമുക്ക് ആരാധിക്കാൻ പറ്റുമോ? ചിലർ അങ്ങനെയുമുണ്ട്, ബഹുമാനമൊന്നുമില്ല, പിന്നെ ആരാധിച്ചേക്കാം, കാര്യം വല്ലതും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ നിൽക്കുന്നവർ. ബഹുമാനിതരല്ലാത്ത ആളുകളെ നമുക്ക് ആരാധിക്കാൻ പറ്റില്ല. അപ്പോൾ ആരാധ്യർ എല്ലാവരും തന്നെ ബഹുമാനിതരാണ്, പക്ഷേ ബഹുമാനിതർ എല്ലാവരും ആരാധ്യരാകണമെന്നില്ല. ആരാധിക്കുവാൻ യോഗ്യൻ അവൻ യേശു. അവൻ്റെ വാക്കുകൾ കൊണ്ടല്ല, അവൻ്റെ വാക്കുകൾ കൊണ്ട് അവനെ ബഹുമാനിക്കാൻ കഴിയും. പക്ഷേ അവൻ ദൈവമായതുകൊണ്ട്, ബിക്കോസ് ഹി ഈസ് ഗാഡ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ദൈവം മാത്രമേ ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ളൂ. ഹി ഈസ് വർത്തി ടു ബി വർഷിപ്ഡ്. ഐ എം വർഷിപ്പിംഗ് ഗാഡ് നോട്ട് ബിക്കോസ് ഹി ഈസ് ഫോഴ്സിങ് മീ ടു വർഷിപ്പ് ഗാഡ്. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് ആരാധിച്ചില്ലെങ്കിൽ അടി കിട്ടുമെന്ന് പേടിച്ചൊന്നുമല്ല. പലപ്പോഴും ആളുകളുടെ ചിന്ത അതാണ്. പലരും ആരാധിക്കുന്നത് എന്താണെന്നറിയാമോ? ആരാധിച്ചോണം കേട്ടോ, ഇല്ലെങ്കിൽ ദൈവം നിന്നെ പിടിക്കും. ആരാധിച്ചോണം, ഇല്ലെങ്കിൽ അടി കിട്ടും, ഓർത്തോണം. എൻ്റെ പ്രിയമുള്ളവരെ, ആരാധിച്ചില്ലെന്നും പറഞ്ഞ് അടിക്കുന്ന ഒരു ദൈവത്തെയും എനിക്ക് ബഹുമാനമില്ല. അതെന്താണ്? ഇതെന്തോ അടിച്ചു വാങ്ങിക്കേണ്ട കാര്യമല്ലോ ആണോ ആരാധന എന്ന് പറയുന്നത്? അങ്ങനെയൊന്നും ദൈവം ആരാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അടിക്കത്തുമൊന്നുമില്ല. അടിക്കുന്നതിന് വേറെ കാരണം കാണും, പക്ഷേ ആരാധിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ടൊന്നും ദൈവം അടിക്കത്തൊന്നുമില്ല. ആരാധിക്കുന്നത്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടുമല്ല. ചിലപ്പോൾ ആളുകൾ, നല്ലൊരു ശതമാനം ആളുകളും ആരാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാധനയെങ്കിൽ വിടുതലുണ്ട്, ആരാധനയെങ്കിൽ സൗഖ്യമുണ്ട്, ആരാധനയെങ്കിൽ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടുമൊക്കെ പാടി ഇങ്ങനെ, അതുകൊണ്ട് ആരാധിച്ചു കഴിഞ്ഞാൽ നിനക്ക് വിടുതൽ, ആരാധിച്ചാൽ വിടുതൽ, ആരാധിച്ചാൽ സൗഖ്യം, ആരാധിക്കുമ്പം ബന്ധന വഴിയും കുടമുടയും ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ പാട്ട് പാടിയും വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ തിരിച്ചും മറിച്ചും വെച്ച്
നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ചില ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, ഞാൻ ആരാധിക്കുന്നത് ആരാധിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചല്ല. എൻ്റെ പിള്ളേർ ഞാൻ ചെല്ലുമ്പോൾ ഓടി വന്ന് എനിക്കൊരു ഉമ്മ തരുന്നത്, ഉമ്മ തന്നില്ലെങ്കിൽ എനിക്കൊരു ചുംബനം തരുന്നത്, നിങ്ങൾ ചിന്തിക്കണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വൈകുന്നേരവും സ്കൂൾ വിട്ട് വരുമ്പോൾ ഓടി വന്ന് എൻ്റെ ഇടത്തെ കവിളിലും വലത്തെ കവിളിലും ചുംബിച്ചിരിക്കണം, ഇല്ലേ അടിച്ച് പൊട്ടിക്കും ഞാൻ എന്നെല്ലാം പറഞ്ഞിട്ടാണോ പിള്ളേർ എനിക്ക് വന്ന് ചുംബനം തരുന്നത്? അതോ മോളെ ഒരു കിസ് തന്നേ, ഞാൻ നിനക്കൊരു മുട്ടായി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ എന്ത് വിലയാണ് ഉള്ളത്? ആരാധിച്ചില്ലെങ്കിൽ അടി കിട്ടുമെന്നോ, ആരാധിച്ചാൽ സൗഖ്യമുണ്ടാകുമെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്നോ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങളിതൊരു ഹ്യൂമൻ വർഷിപ്പാണ്. ഹ്യൂമൻ വർഷിപ്പ് മനുഷ്യനെ ആരാധിക്കുന്നതല്ല, മാനുഷിക ആരാധനയാണ്. കാര്യം മനുഷ്യനാണ് മോഹങ്ങളിൽ നിന്ന് ആരാധിക്കുന്നത്. അത് ജാതീയ ആരാധനയാണ്. ജാതീയ ആരാധന അതാണ്. ജാതീയ ആരാധന, വിജാതീയരുടെ ആരാധന എന്താണ്? ലഭിക്കാൻ വേണ്ടിയുള്ള ആരാധനയാണ്. വിജാതീയരുടെ ആരാധന പേടിച്ചുള്ള ആരാധനയാണ്. എൻ്റെ ആരാധന പേടിച്ചുള്ള ആരാധനയുമല്ല, മോഹിച്ചുള്ള ആരാധനയുമല്ല. എൻ്റെ ആരാധന, എനിക്ക് അവനെ ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഐ വർഷിപ്പ് ഹിം ബിക്കോസ് ഹി ഈസ് വർതി ടു ബി വർഷിപ്ഡ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. എനിക്ക് എങ്ങനെ അവനെ ആരാധിക്കാതിരിക്കാൻ കഴിയുന്നത്? സോ ഐ വർഷിപ്പ് ഹിം. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് തന്നെയല്ല, അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ലോകത്തിൽ ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. എല്ലാ മൃഗജാലങ്ങളുടെയും മുമ്പിൽ അവൻ നടുനിവർത്തി നിൽക്കുകയാണ്. കാര്യം അവനാണ് എല്ലാത്തിൻ്റെയും മുകളിൽ. അവന് മുകളിൽ ഒരാളെ ഉള്ളൂ, അത് ദൈവമാണ്. ആ ദൈവത്തെയാണ് അവൻ ആരാധിക്കുന്നത്. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ താഴെ വീഴുക, അല്ലെങ്കിൽ ഫോളിങ് ഡൗൺ എന്ന അർത്ഥമുണ്ട്, മുങ്ങിപ്പോവുക എന്നുള്ള അർത്ഥമുണ്ട് ആരാധനയ്ക്ക്. എല്ലാ മൃഗജാലങ്ങളുടെയും മുമ്പിൽ നടുനിവർത്തി നിൽക്കുന്നവനായ മനുഷ്യൻ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ താഴെ വീണുപോയി. അതാണ് ആരാധന. ദൈവത്തെ അവൻ്റെ ഒരു കാഴ്ചയിൽ, ഇഫ് യു ആർ ജസ്റ്റ് സീയിങ് ഗാഡ്, അവനെ അവനായിട്ടൊന്ന് കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾ താഴെ വീണു പോകും. ഫിസിക്കലി നമ്മൾ താഴെ വീഴുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫിസിക്കലി ചിലപ്പോൾ താഴെ വീഴും, അതല്ല. ഈവൻ അതർവൈസ് എന്താണ്, നമ്മൾ മലനടിച്ച് താഴെ വീഴുന്ന കാര്യമല്ല ഇവിടുത്തെ വിഷയം. എന്താ, നിങ്ങളുടെ എല്ലാ സ്വയവും, നിങ്ങളുടെ എല്ലാ അഹങ്കാരവും, നിങ്ങളുടെ എല്ലാ കഴിവുകളും, എല്ലാ മൃഗങ്ങളുടെയും ജീവജാലങ്ങളുടെയും മുമ്പിൽ തലനിവർത്തി നിന്ന എല്ലാ ഗർവും എല്ലാം അറിയാതെ താഴെ വീണു പോകുകയാണ്. യു ആർ ഫോളിങ് ഡൗൺ. അതാണ് ശരിയായിട്ടുള്ള വർഷിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ആഴമെന്ന് പറയുന്നത് അവനിൽ നിങ്ങളങ്ങ് മുങ്ങിപ്പോകുകയാണ്. യു ആർ ഡ്രോൺഡ്. വർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക്, ആരാധന എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവനിൽ അങ്ങ് ലയിച്ചു പോവുകയാണ്, നമ്മൾ അവനിൽ അങ്ങ് മുങ്ങിപ്പോവുകയാണ്. അതാണ് ശരിക്കും വർഷിപ്പ് എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാര്യം, യേശു കർത്താവിനെ ഞാൻ ആരാധിക്കുന്നത്, ഞാൻ ബഹുമാനിക്കുന്നത്, ഓഫ് കോഴ്സ് യേശുവിൻ്റെ എന്തും, എനിത്തിങ് ആൻഡ് എവ്രിതിങ് ഓഫ് ജീസസ്, അതെന്തും ആരാധനയ്ക്ക് യോഗ്യമായതാണ്. എന്നാൽ അവൻ്റെ വാക്കുകൾ അതുല്യമാണെങ്കിലും യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് അവൻ്റെ വാക്കുകളല്ല, അതിനപ്പുറം യേശു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്ന ആദ്യ കാഴ്ച കാൽവറി ക്രൂശിൽ എനിക്ക് പകരം പിടഞ്ഞു മരിക്കുന്നവനായ യേശുവാണ്. ആ കാഴ്ചയാണ് എന്നെ അവനോട് അടുപ്പിച്ചത്. ആ കാഴ്ചയാണ്. കാര്യം നല്ല ഉപദേശങ്ങൾ അനേകർ തന്നിട്ടുണ്ട്. യേശു പറഞ്ഞതുപോലൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും അതിനോട് യോജിക്കുന്ന നിലയിലോ അതിനോട് ചേരുന്ന, ഏകദേശം ചേരുന്നെന്ന് തോന്നിക്കുന്ന നിലയിലുള്ള എത്രയോ സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എത്രയോ മതോപദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ അതുല്യമായിരിക്കുമ്പോഴും അതിനെ മുദ്രയിട്ടത് അവൻ്റെ സ്വന്തം രക്തം കൊടുത്തുകൊണ്ടാണ്. അവൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടത് അവൻ ഗിരിപ്രഭാഷണം നടത്തിയപ്പോഴല്ല, പ്രത്യുത അവൻ കാൽവറി ക്രൂശിൽ മരിച്ചപ്പോഴാണ്. അവൻ്റെ ഗിരിപ്രഭാഷണവും അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം തന്നെ ആയിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവൻ്റെ ലൈഫ് അതായിരുന്നു, അവൻ്റെ ജീവൻ അതായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് സമയമുണ്ടെങ്കിൽ പഠിക്കാം. പക്ഷേ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി, 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം
പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, മാനിഫെസ്റ്റ്. അതിൻ്റെ അർത്ഥം അന്നേരം ദൈവം നമ്മളെ സ്നേഹിച്ചെന്നല്ല. ദൈവം എന്നും സ്നേഹിച്ചിരുന്നു. ചിലർക്കൊരു ചിന്തയുണ്ട്, പഴയ നിയമത്തിലെ ദൈവം വളരെ ക്രൂരനായ ഒരു ദൈവം, പുതിയ നിയമത്തിൽ വന്നപ്പോഴേ ദൈവത്തിന് ഒത്തിരി വ്യത്യാസമുണ്ടായി, പിന്നെ ആ ദൈവം സ്നേഹിക്കാൻ പഠിച്ചതെന്ന്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിലെ ദൈവം എന്ന് പറഞ്ഞാൽ രണ്ട് ദൈവമൊന്നുമില്ല. ദെയർ ഈസ് ഓൺലി വൺ ഗാഡ്. ദൈവം ഏകൻ തന്നെ എന്ന് തന്നെയല്ല, ദൈവത്തിനൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന് വ്യത്യാസം ഉണ്ടാകാൻ പറ്റത്തില്ലല്ലോ. കാരണം അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങൾ ഇല്ലാത്തവനാണ്. ഹി ഈസ് ആൻ അൺചേഞ്ചിങ് ഗാഡ്. പക്ഷേ ദൈവത്തിൻ്റെ വെളിപ്പാടിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ദൈവത്തിന് വ്യത്യാസം ഉണ്ടായിട്ടില്ല. ദൈവത്തെക്കുറിച്ച് നമുക്ക് ലഭിച്ച വെളിപ്പാടിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്, ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പഴയ നിയമത്തിലെ വ്യക്തികൾക്ക് ദൈവത്തെക്കുറിച്ച് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിനേക്കാൾ ഉയർന്ന ഒരു വെളിപ്പാട് പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പഴയ നിയമത്തിലെ വ്യക്തികൾ മനസ്സിലാക്കിയ വെളിപ്പാടുണ്ട്. ഒരു പക്ഷേ അന്നവർ ദൈവത്തിൻ്റെ വെളിപ്പാട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിയത് ദൈവം അവരെ ശത്രുക്കളിൽ നിന്ന് വിടുവിച്ചപ്പോഴോ അവർക്ക് നല്ല ഒരു വിളവ് നൽകിയപ്പോഴോ ഒക്കെയാണ് സ്നേഹിക്കുന്നവനായ ദൈവം എന്നവൻ അവർ പറഞ്ഞത്. എന്നാൽ പുതിയ നിയമത്തിൽ വന്ന നമുക്കൊരു കാറ് കിട്ടുമ്പോൾ, ഓ ഗോഡ് ലവ്സ് മീ സോ മച്ച്, ദൈവം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കാറ് തരുമോ, ദൈവം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ ഈ രോഗത്തിൽ സൗഖ്യമാക്കുമോ എന്നൊക്കെ പറയുന്നത് ഒരു പഴയ നിയമ സങ്കല്പമാണ്. അത് തെറ്റൊന്നുമല്ല. പക്ഷേ അതിനേക്കാൾ വലിയ ഒരു സ്നേഹ വെളിപ്പാട് അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് മനസ്സിലായി കഴിയുമ്പോൾ എനിക്ക് ലഭിക്കുന്ന കാറും വീടും പണവും ധനവും മഹിമയും കസേരയും പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാകത്തില്ല. എന്ത് മാത്രമേ ആകത്തുള്ളൂ? കാൽവറി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അവിടെയാണ് സ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം. അതിനർത്ഥം നേരത്തെ ദൈവം നമ്മളെ സ്നേഹിച്ചില്ലെന്നല്ല. സ്നേഹത്തിൽ നിന്നാണ് അവൻ നമ്മളെ സൃഷ്ടിച്ചത് തന്നെ. അവൻ്റെ സൃഷ്ടി പോലും സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. എന്നെ കർത്താവ് സൃഷ്ടിച്ചത്, ആദവനെ ദൈവം സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? ഒരു കളിപ്പാട്ടമായിട്ട് സൃഷ്ടിച്ചതല്ല. അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് സൃഷ്ടി. പക്ഷേ ആ ആദമിനും ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെട്ടത് കാൽവറി ക്രൂശിലാണ്. അത് കണ്ടിട്ടുള്ള ഞാൻ അത് കണ്ടിട്ടില്ലാത്ത പഴയ നിയമ വിശ്വാസികളെ പോലെ ആകരുത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. നമ്മൾ ചിലപ്പം ആളുകളോട് പറയുമല്ലോ, എടാ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിനക്ക് ചെയ്തിട്ടും നീ എന്നാ ഇങ്ങനെ ചെയ്തതെന്ന്, ഇല്ലേ? അതിൻ്റെ അർത്ഥം സ്വീകരിക്കുന്നതനുസരിച്ച് ഉത്തരവാദിത്വം വർദ്ധിക്കുമെന്നല്ലേ? Am I right? ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. സ്വീകരിക്കുന്നതനുസരിച്ച് ഉത്തരവാദിത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതനുസരിച്ച് നമുക്ക് അയാളോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആഫ്രിക്കയിൽ ആദ്യം ചെല്ലുന്ന സമയത്ത് ഒരാളെപ്പോലും അറിയാൻ വയ്യാതെ ഞാൻ ആഫ്രിക്കയിൽ പോയതാണ്. പക്ഷേ ഇന്ന് എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുള്ളത്ര ആഴത്തിലുള്ള ബന്ധം എനിക്ക് അവരുമായിട്ടുണ്ട്. അവർക്ക് വേണ്ടി മരിക്കാൻ ഞാനും തയ്യാറാണ്, എനിക്ക് വേണ്ടി മരിക്കാൻ അവരും തയ്യാറാണ്. അത്രയ്ക്കും ആഴമുള്ള ബന്ധം ആഫ്രിക്കക്കാരായ പല ആളുകളോടും എനിക്കുണ്ട്. അതുകൊണ്ട് ഇപ്പം എനിക്കെന്താണെന്നറിയാമോ, എനിക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സ് മുഴുവൻ. അല്ലാതെ എത്രയും അവരിൽ നിന്ന് പ്രാപിക്കാമെന്നല്ല, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. കാര്യം ഞാൻ അവരെനിക്ക് വേണ്ടി ചെയ്തതൊക്കെ കണ്ടു, എനിക്ക് വേണ്ടി സഹിച്ചതൊക്കെ കണ്ടു, എനിക്ക് വേണ്ടിയുള്ള സാക്രിഫൈസ് കണ്ടു. നമ്മളൊരു കൂട്ടുകാരനെ കുറിച്ചാണെങ്കിലും അത് തന്നെയല്ലേ, അവൻ നമുക്ക് വേണ്ടി ഒരു സാക്രിഫൈസ് ചെയ്യുമ്പോഴാണ് പിന്നെ അവന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഇതേപോലെ പഴയ നിയമത്തിലെ വിശ്വാസികൾ ദൈവത്തിൻ്റെ സാക്രിഫൈസ് അല്ല കണ്ടത്,